വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഉടൻ അവസാനിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തും. കാര്യമായ തിരച്ചിലിന് ശേഷമാണ് സൈന്യം മടങ്ങിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി ദുരന്തബാധിതരെ സർക്കാർ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റും. 91 ക്വാർട്ടേഴ്സുകൾ ഇതിനായി ക്രമീകരിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ ശനിയാഴ്ച കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി അനുകൂല നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അല്ല, അതിപ്പോൾ നമ്മൾ ഇവിടുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. അവിടെ മന്ത്രിതല ഉപസമിതിയുണ്ട്, അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, അവിടുത്തെ ജില്ലാ ഭരണ സംവിധാനമുണ്ട്, അവിടുത്തെ ഇതിനെല്ലാം വിധേയരായവരുണ്ട്. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വരുന്ന മുറക്ക് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഏതായാലും ഇപ്പം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല കണ്ടിട്ടുള്ളത്. ആകാവുന്ന ശ്രമമൊക്കെ നടത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. 27 ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ നൽകും. റിനു, ജനകീയ തിരച്ചിലാണ് നാളെ നടത്തുന്നത്. സൈന്യത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി മടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും തിരച്ചിൽ തുടരുകയാണ്. മന്ത്രിതല ഉപസമിതി വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ നടപടികൾ ഏകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വാക്കുകൾ? ബിനിൽ, ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്ത ബാധിത മേഖല സന്ദർശിക്കുന്നത്. നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്ത അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളൊരു കാര്യം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ദുരന്തത്തിൻ്റെ വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കുകയും ഇതിനെ ദേശീയ ദുരന്തമായി അല്ലെങ്കിൽ അതിതീവ്ര ദുരന്തമായി F3 സെക്ഷനിലേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ളൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട്. അത് പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഇപ്പോൾ 9 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് കുമാർ എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവച്ചത്. ഈ ദുരന്ത ബാധിത മേഖലയിലെ തിരച്ചിൽ ഒരു കാരണവശാലും നിലവിൽ നിർത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. സാധ്യമായിട്ടുള്ള എല്ലാ പ്രതീക്ഷകൾ അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ തുടരുകയാണ്. ജില്ലാ ഭരണകൂടവും നിലവിൽ അവിടെ തുടരുന്ന മന്ത്രിതല ഉപസമിതിയുമാണ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത്. എന്നാൽ സൈന്യത്തിൻ്റെ ഒരു വിഭാഗമാണ് ഈ ഒരു തിരച്ചിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ബാക്കി ഒരു വിഭാഗം സംയുക്തമായി തന്നെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അല്ലെങ്കിൽ നാട്ടുകാരെ ഉൾപ്പെടെ സംയുക്തപ്പെടുത്തിക്കൊണ്ട് 6 മേഖലകളായി തിരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിലുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏറ്റവും പ്രധാനമായി ഇവരുടെ പുനരധിവാസമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇവർക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതായത് സ്കൂളുകൾക്ക് ക്ലാസ് നടക്കേണ്ടതായിട്ടുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറ്റേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതിന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചെയ്യുന്നത്. ഇവർക്ക് സ്ഥിരം ഒരു ഷെൽട്ടർ എന്നുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സ്ഥിരം വീടുകൾ വെച്ച് നൽകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 225ഓളം മൃതദേഹങ്ങളാണ് ഇതുവരെ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മരണം സ്ഥിരീകരിച്ചിട്ടുള്ള ഏകദേശം 190ഓളം ശരീരഭാഗങ്ങളും നിലവിൽ കണ്ടെടുത്തിട്ടുണ്ട്. 90%-ലധികം ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ മാത്രമാണ് മൃതദേഹമായി കണക്കാക്കുന്നത്. മറ്റ് ഉള്ളവ ശരീരഭാഗങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇവ പരിശോധിച്ച് DNA പരിശോധനയിലൂടെ കൃത്യമായി ഇതിൽ മൃതശരീരങ്ങൾ പരിശോധിക്കുമെന്നുള്ളതാണ്. ഒപ്പം DNA പരിശോധനയ്ക്ക് വേണ്ടി സ്വകാര്യ ലാബുകളുടെ അടക്കം സഹായം തേടുമെന്നുള്ളൊരു കാര്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, അത് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതിയെ 9 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ സമിതിയുടെ പഠനവും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന നീക്കങ്ങളും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി റിനുവാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.